പറഞ്ഞൊക്കെ മനസ്സിലായല്ലോ. നേരം പരവര വിളിക്കുമ്പോ ഇവിടെ കാലിയാക്കണം. ആ ന്യൂസ് വെച്ച് വരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. വല്ലി ഇവിടെയൊക്കെ വൃത്തിയാക്കാൻ വരുമ്പോഴേക്കും നീ ടെറസിൽ എത്തിക്കോണം. എടാ നിന്നോടാ പറഞ്ഞേ. എന്ത് ഇരുമ്പൊലക്കൽ ആണി അടിക്കരുത്. ഇതുവരെ പറഞ്ഞത് മനസ്സിലായില്ലേ? ആ പറഞ്ഞൊക്കെ മനസ്സിലായി. നേരം പരപരാന്ന് വിളിക്കുമ്പോ അങ്ങോട്ട് എത്തിക്കോണം. ഇരുമ്പൊലക്കൽ ആണി അടിക്കരുതെന്ന്. ഇതാ പിടി. ഓടാ. അടിപൊളി പാർട്ടിയാണെന്നാ തോന്നുന്നത്. നമസ്കാരം. ഓ നമസ്കാരം. എന്താ ഇതിന്റെ പേര്? ഓ ചായക്ക് ഇൻഷല്ലോ. അവൻ എത്തിയോ? ഓ ഇനി ആ പിശാചിനെ ഉറക്കത്തിൽ നിന്ന് പൊക്കിയെടുത്തോണ്ട് വരണമായിരിക്കും. ദാ ടീ ചായ ഇന്നത്തേക്ക് മതി. എത്ര നേരമായി ബെല്ലടിക്കുന്നു. അവന്റെ ഒടുക്കത്തെ ഒരു ഉറക്കം. പള്ളി കുറച്ച് വെള്ളം തിളപ്പിക്ക്. ഇന്ന് അവനെ ഞാൻ ചൂടുവെള്ളം കൊണ്ട് പള്ളി ഉണർത്താം. ഓ ഒടുക്കത്തെ ഒരു ഫോൺ. സ്വസ്ഥമായിരുന്നു ജോലി ചെയ്യാൻ സമ്മതിക്കില്ലെന്ന് വെച്ചാ. ഓ ഹലോ. ആരാ? ഹലോ. ഇതാരുടെ ശബ്ദം? പാതിരാത്രി ആ തെണ്ടി കഥക് തുറന്നിട്ട് തെണ്ടാൻ പോയ തക്കത്തിന് വേറെ ആരെങ്കിലും അതിനകത്തെറി പൊറുതിയായോ? ഞാനിനി എന്ത് ചെയ്യും ദൈവമേ? ഞാൻ ദൈവമല്ല, വിനുവാമാവാ. എടാ പുല്ലേ, നീ പോത്തു പോലും ഇത്രയും നേരം കിടന്നുറങ്ങിയല്ലടാ? ഇല്ലല്ലോ. സാർ എപ്പോഴാണാവോ ഇങ്ങോട്ട് എഴുന്നള്ളുന്നേ? ഇപ്പൊ സമയം എത്രയായി? 6:30. ഒരു 7:30 ഞാൻ എത്തിക്കോളാം. എന്തിനാ 7:30 ആക്കുന്നേ? 7:30ക്കാണോ മുഹൂർത്തം? എക്സസൈസ് ഒക്കെ കഴിഞ്ഞ് കുളിച്ച് ഫ്രഷ് ആയിട്ട് ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം. വേണ്ട, 1 മണിക്കൂർ കൂടെ കഴിഞ്ഞ് വന്നാ മതി. എടാ കല്യാണവും മധുമതും കഴിഞ്ഞ് നീ എത്തുമ്പോഴേക്കും നീ അകത്ത്, ഞാൻ പുറത്തു ആവും. അല്ലെങ്കിൽ അമ്മാവൻ പുറത്താവും. അല്ല, ഞാൻ പുറത്താക്കിക്കോളാം. ഹലോ ഹലോ, ഇവൻ എന്നെ ഇഞ്ചിഞ്ചായി കൊല്ലാനാ പരിപാടി. ഇങ്ങനെ പോയാൽ എന്റെ കാര്യം ഭസ്മധൂളിയാവും. ഇവന് സൈനൈഡ് സൂത്രേ രക്ഷയുള്ളൂ. ശേഖരൻ കൊക്കിന് വെച്ചാൽ കൊക്കിനെ കൊള്ളാവൂ. എടാ, അത് നമ്മുടെ കേരള TV വാർത്ത വായിക്കുന്ന വീസല്ലേ? അതെ, ഇത് അവള് തന്നെ. ഒന്ന് പരിചയപ്പെടേണ്ട ആളിയാ. പിന്നല്ലാതെ. വാ. ഹലോ, ഞങ്ങൾ തൃപ്തിയുടെ ആരാധകരാ. നിങ്ങളുടെ വാർത്താ സ്റ്റൈൽ ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണ്. സോ ബ്യൂട്ടിഫുൾ. താങ്ക് യു ഫ്രണ്ട്. പ്ലീസ് മിസ്റ്റർ, എന്റെ കൈ വിടൂ. വിടാനല്ലല്ലോ പിടിച്ചത്. യു ബ്ലഡി റാസ്കൽ. അല്ല, എന്തേ കാണിക്കുന്ന? കാണിച്ചത് ഞങ്ങളല്ല, ഇവളാ. പട്ടാപ്പകൽ ആണുങ്ങൾ തല്ല. മോനെ, പട്ടാപ്പകലിൽ പൊതുസ്ഥലത്ത് വെച്ച് ഒരു പെണ്ണിനെ കൈ കയറി പിടിച്ച തല്ലാൻ വേണ്ടി രാത്രി വരെയും കാത്തിരിക്കാൻ പറ്റുമോ? ഇവളുടെ വക്കാലത്ത് പിടിക്കാൻ നീ ആടാ? കൺട്രോൾ യുവർ സെൽഫ് ബ്രദർ.
ആ വിഷ്ണുപ്രസാദ്. നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോളൂ, അവന്മാരെ ഇനി വരില്ല. താങ്ക് യു സർ. ഞാൻ തൃപ്ത, തൃപ്ത ന്യൂസ് റീഡർ അല്ലേ? സർ എവിടെയാ വർക്ക് ചെയ്യുന്നത്? ഞാൻ ബിസിനസ്. ഓ, എന്ത് ബിസിനസ്സാ? അതൊരു സീക്രട്ടാണ്. സീക്രട്ട് ഓഫ് മൈ ബിസിനസ്, സീക്രട്ട് ഓഫ് മൈ എനർജി, സീക്രട്ട് ഓഫ്. ഓക്കെ, ബൈ. പിന്നെ തൃപ്ത, യെസ്, തൃപ്ത എന്നെ സാറെന്ന് വിളിക്കുന്നത്. കോൾ മൈ നെയിം വിഷ്ണു. ഓക്കെ. ഫ്രണ്ട്സ്. ഓക്കെ മിസ്റ്റർ വിഷ്ണു. എത്രയായി? 15 രൂപ. ദാ. എന്താ കുഞ്ഞെ വൈകിയത്? ഞാൻ സ്ഥിരം വരുന്ന ബസ് ബ്രേക്ക് ഡൗൺ ആയി. ആ? പിന്നെ കുറെ നേരം വഴിയിൽ അകപ്പെട്ടു. ഇനിയും താമസിച്ചാ അച്ഛന് പ്രഷർ കൂടുതലെന്ന് പേടിച്ച് ഒരു ഓട്ടോ പിടിച്ച് ഞാനിങ്ങി പോന്നു. മോളെ കണ്ടില്ല, അവള് വന്നില്ല എന്ന് പറഞ്ഞ അച്ഛൻ ഇവിടെ കിടന്ന് കയറ് പൊട്ടിക്കുമായിരുന്നു. അതൊന്നും പറഞ്ഞാൽ തനിക്ക് മനസ്സിലാവില്ലടോ. കുട്ടികളും മക്കളും ഉള്ളവർക്കേ അതറിയൂ. എനിക്കൊരു മകനുണ്ടായിരുന്നത് നേവിയിൽ പരിശീലനത്തിനിടെ കടലമ്മ കൊണ്ടുപോയില്ലേ. അവനുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും പ്രയാസങ്ങൾ ഉണ്ടാവില്ലായിരുന്നു. അവൻ അത്രേ ആയുസ് വിധിച്ചിട്ടുള്ളൂ എന്ന് കരുതാനല്ലേ പറ്റൂ. ഇനിയിപ്പോ ചേട്ടന്റെ കാര്യം പറഞ്ഞ് കരയാനുള്ള പുറപ്പാടിലാണോ അച്ഛൻ? മോള് അച്ഛനെയും കൂട്ടി ചെന്നാട്ടെ. നടക്കച്ച. മറ്റവനവിടെ? അവൻ ലീവില്ല, ജയപാലൻ. താൻ പോയില്ലേ? ആ മണ്ണിട്ടോണ്ട് എനിക്ക് പോവാൻ. എടോ താൻ മറ്റേന് പോയില്ലേ? അതേ വെളുപ്പിനെ പോയി. ഒറ്റ ചവിട്ടി ചെന്നല്ല, താൻ ഇപ്പോഴും പോവും. എടോ താൻ പോയില്ലെന്ന്. എങ്ങോട്ട് പോവാൻ? എടോ ഞാൻ കാശ് തന്നല്ലേ? കാശോ? എപ്പോ? എന്ന്? എടോ ഫുള്ള് വാങ്ങാനായിട്ട് രൂപ എണ്ണി തന്നല്ലേ? ഓ, ഇപ്പൊ മനസ്സിലായി. ഓ, നമ്മുടെ ബ്രാൻഡ് ഓ, കിട്ടി കിട്ടി കിട്ടി. വ്യാജനടിച്ച് സാറിന്റെ കണ്ണ് കളയണ്ടെന്ന് കരുതി ഞാൻ ഒരു 3 എണ്ണം അടിച്ചു നോക്കി. എനിക്കിപ്പോ തന്നെ കാണാം, നല്ല ക്ലിയർ സാധനം. ഗുഡ്, വെരി ഗുഡ്. എന്നാ 2 ലാത്തിലേക്ക് എനിക്ക് വിളക്കാറായി. ശേഖര ഒന്ന് വേഗം, എന്റെ കൈ വിളക്കാറായിടോ. ടെൻഷൻ അടിക്കരുത് സാറേ, ഞാൻ ഈ ഗ്ലാസ് ഒന്ന് കഴുകിക്കോട്ടെ. ഗ്ലാസ് ഒന്നും കഴുകണ്ട. വേണ്ടെങ്കി വേണ്ട. ആദ്യത്തെ കടുപ്പം കൂട്ടി അങ്ങ് ചെല്ലട്ടെ. ഒന്ന് വേഗം വാ ശേഖര. എന്നാ വരുന്നു? അയ്യോ. ഇതാ. ഇനി വരേണ്ടി വരില്ല.